കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അയ്യോ അമ്മക്ക് ഓടിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ഓടിച്ചൂടാ? ഇപ്പൊ എല്ലാവരും എന്നെ വലിയ ഒരാളായിട്ടാണ് കണക്കാക്കണേ. എവിടെ പോയാലും ഹായ് മണിയമ്മ. ബസ്, ലോറി, ട്രെയിലർ, റോഡ് റോളർ, ട്രാക്ടർ, ഫോർക്ക് ലിഫ്റ്റ്, JCB, ക്രെയിൻ. അതായത് ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും ഓടിക്കാനുള്ള ലൈസൻസ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തന്നെ തുടങ്ങിയിട്ടുള്ളത് അമ്മയുടെ പേരിലാണ്. അതെ, ഇന്നത്തെ പോലെ ഡ്രൈവിംഗ് സ്കൂളിന് ക്ലച്ച് ബ്രേക്ക് ഒന്നും വെച്ചിട്ടല്ല അന്ന് പഠിപ്പിക്കുന്നത്. അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ട്രെയിനും പ്ലെയിനും ഒഴിച്ച് ബാക്കിയെല്ലാം ഓടിക്കും. A to Z വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു അമ്മച്ചിയാണ് ഈ വരുന്നത്. 71 വയസ്സുകാരിയാണ്. പക്ഷെ ഈ പറയുന്ന പ്രായത്തിനകത്ത് ഒരുപാട് ലൈസൻസുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരാളാണ് ഈ വരുന്നത്. ഹലോ, നമസ്കാരം. ഇവിടെയുള്ള A to Z വണ്ടി ഓടിക്കും. അതിനൊക്കെയുള്ള ലൈസൻസ് ഒക്കെ കയ്യിലുണ്ട്. ഇപ്പൊ എത്ര വയസ്സ്? 72 വയസ്സായി. പക്ഷെ ഈ പ്രായത്തിനിടയ്ക്ക് കംപ്ലീറ്റ് ലൈസൻസ് എടുത്ത് കൈ വെച്ചേക്കുക. അപ്പൊ ആകെ എത്ര ലൈസൻസാ കയ്യിലുള്ളേ? 11 ലൈസൻസ്. പേര് രാധാമണി. ഈ 11 ലൈസൻസ് എന്തിനാ എടുത്തത് എന്ന് പറഞ്ഞാൽ ആദ്യം 4 വീലർ ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആഗ്രഹം, എന്റെ ആഗ്രഹമല്ല. അത് എത്ര വയസ്സിൽ? അത് 31 വയസ്സിൽ അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് അന്നേരം ഞങ്ങൾക്ക് കാറെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ആരും പെണ്ണുങ്ങളൊന്നും വണ്ടി ഓടിക്കൂല. എന്നാലും ഒരു പെണ്ണുങ്ങൾ ലൈസൻസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അനിയത്തി 2 പേർക്കും ലൈസൻസ് എടുത്തു. അന്ന് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ളതുകൊണ്ടാണ്. ഹെവി ഡ്രൈവിംഗ് സ്കൂളാണ് ആദ്യം. പിന്നീട് ഈ 11 ഏതൊക്കെ വണ്ടി ഓടിക്കാനാണ്? ബസ്, ലോറി, ട്രെയിലർ, റോഡ് റോളർ, ട്രാക്ടർ, ഫോർക്ക് ലിഫ്റ്റ്, JCB, ക്രെയിൻ. അതായത് ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും ഓടിക്കാനുള്ള ലൈസൻസ്. ആദ്യം 4 വീലർ എടുത്ത് 81. അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഹെവി എടുത്ത്. അന്നല്ല 3 വർഷം കഴിഞ്ഞാലേ ഹെവി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഹെവി ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എന്റേതാണ്.